ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസമായി ഓർഡറും കാര്യങ്ങളൊന്നും എടുക്കാത്ത കല്യാണമൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഭയങ്കര മടിയുള്ളൊരു ദിവസമാണ്. കാരണം ശനി ഞായറൊക്കെ സ്കൂളിൽ പോകാണ്ടിരുന്ന കുട്ടികൾക്ക് ഉണ്ടാവില്ല ഒരു മടി, തിങ്കളാഴ്ച പോകാൻ വേണ്ടിയിട്ട്. അതുപോലത്തെ മടി തന്നെയാണ് ഞങ്ങൾക്കും ഉണ്ടായത്. അങ്ങനെ രാവിലെ എണീച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങിയിട്ട് 9 മണിക്കാണ് എണീച്ച് വന്നത്. എന്നിട്ടിതാ ഞാൻ വേഗം ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം തേങ്ങയൊക്കെ ചിരവി വെച്ചിട്ടുണ്ട്. പിരിയഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അതിൽ തന്നെ മൂടി വെച്ചിട്ടുണ്ട്. കേക്കിനുള്ള മുട്ടയൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കേക്ക് 3 കിലോ കേക്കും കൂടി വേണം. അപ്പോൾ അതിനുള്ള മുട്ടയൊക്കെ കുഴച്ചെടുക്കുകയെന്ന്. ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ വേവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എത്ര പോരെ തീയിലാണെന്നത് വേവിച്ചെടുക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എത്ര വലിങ്ങനെ ഉണ്ടാക്കിയെടുത്താലും അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ വെന്ത് കിട്ടും, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ഓർഡർ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ. കേക്കിനൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഞാൻ നാസ്തയ്ക്കാന്ന് 10 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം നാസ്തയ്ക്കുന്ന ബാക്കി സാധനങ്ങൾ ഉണ്ടാക്കേണ്ടതൊക്കെ കടയിലാന്നുള്ളത്, അതൊക്കെ ഒന്ന് പോയിട്ട് വാങ്ങിയിട്ട് വരണം. അപ്പോൾ ഞാൻ വേഗം മുട്ട റോസ്റ്റും ചപ്പാത്തിയും കൂടെ കഴിച്ചിട്ട് ഞാനും അനിയത്തിയും കൂടിയിട്ട് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ വിടുന്നു. കാരണം ഞങ്ങൾക്ക് പൊതുവേ ഇന്ന് മടിയുണ്ട്. ഇന്ന് യാത്രയൊക്കെ ചെയ്തിട്ടൊന്ന് റിലാക്സ് ആയിട്ട് വന്നിട്ട് പണിയെടുക്കാം. അങ്ങനെ ഇതാ ഫസ്റ്റ് പഴം വണ്ടീൻ്റെ അടുത്തേക്ക് നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് പഴം വാങ്ങിയിട്ടുണ്ട്. ഇത് ഞായറാഴ്ചത്തേക്ക് കൊടുക്കേണ്ട കായടൻ്റെ പഴമാണ് കേട്ടോ ഫസ്റ്റ് വാങ്ങിയത്. അല്ലെങ്കിലും ഞങ്ങളങ്ങനെയാണ്, ലാസ്റ്റ് തന്ന ഓർഡർ ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാക്കി കൊടുക്കൽ. അങ്ങനെ ഇതാ തൃക്കരിപ്പൂർ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മുടെ സ്ഥിരം ഷോപ്പായ ബിസ്മില്ലയിലേക്കൊന്ന് കയറുന്നുണ്ട്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ഇതാ ഷോപ്രിക്സിലേക്കും കൂടി കയറുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് ഉച്ചക്കേക്കുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ള മീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഷോപ്രിക്സിലൊന്ന് കയറിയത്, അല്ലാണ്ട് ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഷോപ്രിക്സിൻ്റെ ഉള്ളിലേക്ക് കയറി. അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം തന്നെ ഇതാ പുതിയാപ്പിളയൊക്കെ കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട് അവർ. എല്ലാ മീനും ഇങ്ങനെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞങ്ങൾക്കൊന്നും ഒരു പറ്റിയ മീൻ ഇല്ല. ചെമ്മീൻ ഇപ്പോൾ ഒന്നാമത് ചൂടല്ലേ. അങ്ങനെ അയില വാങ്ങിയിട്ട് അത് അവരോട് കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഇതാ നേരെ ഷോപ്രിക്സിൻ്റെ ഉള്ളിലേക്ക്. ഇവിടെ കയറുന്നുണ്ട് വിചാരിക്കും നിങ്ങൾക്ക് സാധനം വാങ്ങാൻ. സമയം ഇപ്പോൾ 12 മണി ആകാനായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ബോധമില്ല. വൈകുന്നേരം നമുക്ക് സാധനം നമുക്ക് കൊടുക്കുകയും വേണം. പക്ഷേങ്കിൽ മടീൻ്റെ അങ്ങേ തലയായതുകൊണ്ട് ഇതാ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട് വിചാരിക്കും എന്തെങ്കിലും സാധനം വേണം. ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ലേസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്നല്ല, നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ ഇതാ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കളിച്ചിട്ട് ഞാനൊരു ചീസ് ബോളും ലേസും ഒരു ദുബായ് പഫ്കിയും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ തെണ്ടി എന്നോട് ചീസ് ബോൾ വാങ്ങിയിട്ട് അവിടെ തന്നെ വെപ്പിച്ചിട്ടുണ്ട്. കാരണം അതിന് 100 രൂപയാണെന്ന് പറഞ്ഞ്. എന്നിട്ടുള്ളൊരു 50 രൂപേൻ്റെ ലേസും കൂടെ വാങ്ങിയിട്ട് നേരെ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുവന്നു. നേരെ നടക്കാവിൽ നിർത്തി. അവിടെയുണ്ട് ചീര, ഉച്ചക്കേക്ക് വറവിനുള്ള ചീരയും കൂടെ അവിടെ നിന്ന് വാങ്ങി. അതിനുശേഷമാണ് അവൾക്ക് അവിടെ മധുരക്കിഴങ്ങുള്ളത് കണ്ണാണുന്നത്. അങ്ങനെ അതൊക്കെ വാങ്ങി പൈസയൊക്കെ കൊടുത്തതിന് ശേഷം അവൾ വീണ്ടും അവരോട് പറഞ്ഞു മധുരക്കിഴങ്ങ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മധുരക്കിഴങ്ങും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വീട്ടിൽ ചോറൊക്കെ ആക്കിയിട്ടാണ് വന്നത്. ചോറൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. ഇപ്പം കണ്ട എവിടെ പോയാലും മാമ്പഴമയാണ്, എവിടെ നോക്കിയാലും മാങ്ങ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ മാങ്ങ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേഗം വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് വേണം സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും. ചോറും കറിയും ഒക്കെ ഉണ്ടാക്കാനുണ്ട്. ഇപ്പം ളുഹർ ബാങ്ക് കൊടുക്കാനായിട്ടുമുണ്ട്. ഇത് ശനിയാഴ്ച രാവിലെ മുതൽ രാത്രി വരെയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അത് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടതിന്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി എവിടെയും റെസ്റ്റില്ല, പണി സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ വന്ന പാടും തന്നെ ഞാനിതാ തേങ്ങയും പച്ചരിയൊക്കെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 കിലോനാണ് കുഴലപ്പം വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കേക്കിന് ഞാൻ പോകുന്നതിന് മുന്നേ കുഴച്ച് വെച്ചിട്ടുണ്ട്. വന്ന പാട് ഇതാ
കുഴലപ്പത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ പരത്തിയെടുക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരും 1 കപ്പിൻ്റെയും 2 കപ്പിൻ്റെയും അങ്ങനെയൊക്കെ അളവ് ചോദിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏത് പണിയെടുക്കുമ്പം എനിക്ക് ഒരളവും ഇതും ഒന്നും ഉണ്ടാക്കില്ല. പക്ഷേങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ഐറ്റംസിനും ഇങ്ങനെ അളവ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തന്നതാണ്. പിന്നെ അപ്പം നിങ്ങൾ 1 കപ്പിന് 2 കപ്പിന് എന്നെല്ലാം പറയുമ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്കായിട്ട് ഉണ്ടാക്കുന്നതല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ കാണിച്ചു തരാമായിരുന്നു. പക്ഷേങ്കിൽ ഇത് ഓർഡർ ഒക്കെ ഉണ്ടാക്കുമ്പം 1 കപ്പ് 2 കപ്പിനൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂലല്ലോ. ഇത് 1 കിലോന് കുഴലപ്പത്തിന് വേണ്ടിയിട്ട് 4 കപ്പ് മൈദയാണ് ഞങ്ങൾ ഇതിൽ ചേർത്തത്. ഏത് സാധനം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ പിന്നെ ഇങ്ങനെ എൻ്റെ ഇഷ്ടത്തിനാണ് ഓരോന്നും ചേർക്കൽ. അതിപ്പോൾ ഏത് വീഡിയോ ആക്കിയതായാലും ഞാൻ എത്ര അളവെടുക്കുന്ന വെച്ചാൽ അതിൽ സാധനങ്ങളൊക്കെ കുറച്ചിട്ട് ചേർക്കും. ഇനി അതിനേക്കാളും സാധനം ആക്കുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞതിനെക്കാട്ടിയും കൂട്ടിയിട്ടാക്കും. അങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിൻ്റെ അതിൽ നിന്ന് കുറച്ചിട്ട് നിങ്ങൾ ചേർത്താൽ മതി. അങ്ങനെ ഇതാ കുഴലപ്പത്തിൻ്റെ എല്ലാം പരത്തിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കൂട്ടി വെച്ചതിന് ശേഷം പിരിയടൊക്കെ ഉള്ളത് കൂടി ഞാൻ പരത്തി റൗണ്ടാക്കി ഷേപ്പാക്കി മുറിച്ച് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പരിപ്പ് കറിയും ചീര വറുത്തതും പിന്നെ മീൻ ഫ്രൈയും അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചോറും വെച്ചിട്ട് അത് വാർത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കുഞ്ഞി കുടുക്കയിൽ ചോറും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ബാക്കി പണി തുടങ്ങുന്നത്. അപ്പോഴൊക്കെ ഞാൻ പിരിയടക്ക് എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് അവൾ നിറക്കും. അപ്പോഴൊക്കെ ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ അവൾ നിറച്ച് വെച്ചതിന് ശേഷം ഞാൻ അതിനൊക്കെ ഒന്ന് പിരിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾ ചോദിക്കുന്നുണ്ട് ഇത് മൊരിയാൻ എന്ത് ചെയ്യേണ്ടതെന്ന്. ഈ പിരിയടൊക്കെ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യലില്ല. നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതിലും പിന്നെ ബേക്കറിയിൽ അവർ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഞാൻ ഇതിൽ നിങ്ങൾക്ക് എന്താണോ കാണിച്ചത് ചേർക്കാൻ വേണ്ടിയിട്ട് അത് മാത്രമേ ഞാൻ ചേർക്കലുള്ളൂ. അല്ലാണ്ട് വീഡിയോൻ്റെ പിറകിൽ ഇതിൽ ഞാൻ ഒന്നും ആഡാക്കുന്നില്ല. മൈദയും സാധാ നോർമൽ വാട്ടറും ഉപ്പും കൂടി കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് ഏത് നമ്മുടെ പിരിയടക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ലപോലെ ഫ്രൈ ചെയ്താൽ നല്ല മുരിച്ചൽ കിട്ടും. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ കുഴലപ്പൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പിരിയഡ് ഫ്രൈ ചെയ്യാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്നാക്സ് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അവിടെ നിന്ന് പിരിയഡ് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോഴൊക്കെ ഞാൻ മറ്റേ കാജയ്ക്ക് വേണ്ടിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാജിയും ഉണ്ടാക്കുമ്പോൾ പിന്നെ കുറേ പേര് പറയുന്നുണ്ട് അത് പിന്നെ ഫ്രൈൻ്റെ ഉള്ളൊന്നൊന്നും മൊരിഞ്ഞ് കിട്ടുന്നില്ല, പദം വരുന്നെന്ന് പറഞ്ഞിട്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്തിട്ട് വീഡിയോ അവരെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എന്നോട് ഒന്ന് പോയി നോക്കണം, അതിലെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് പോലെ അല്ല അവർ ഉണ്ടാക്കിയത്. ഞാനിതാ ഇതുപോലെ പരത്തുന്നത് പോലെയൊന്നല്ല, അവർ പൊറോട്ടയ്ക്ക് കുഴച്ചെടുക്കും പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടായിരിക്കണം അതിൻ്റെ ഉള്ളൊന്നും ഫ്രൈ ആവാണ്ടുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും കറക്റ്റ് വ്യക്തമായിട്ടും ഞാൻ ചെയ്യുന്നത് പോലെ എല്ലാം പറഞ്ഞു തരാറുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, അവർ അതിൻ്റെ ഉള്ളൊന്നും അത് ആ വീഡിയോയിൽ ഫസ്റ്റ് അവർ പൊട്ടിക്കുന്നത് തന്നെ കേൾപ്പിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫ്രൈ ആകാണ്ട് അതും അതിൽ കാണുന്നുണ്ട്. പിന്നെ അതെന്തുകൊണ്ടാണ് ഫ്ലോപ്പായെന്ന് അവർ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കുറവുകൾ. പക്ഷേങ്കിൽ അവർ ഞാൻ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും എനിക്കത് കാണുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ പോലെ തോന്നിയിട്ടില്ല. പൊറോട്ടക്കൊക്കെ കുഴച്ചെടുത്തിട്ട് അതുപോലെ പരത്തും പോലെയാണ് എനിക്ക് തോന്നിയത് അവർ ചെയ്തത്. പിന്നെ ആ ഇട്ടാക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ പിരിയടിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കളറിലാണ് പിരിയഡ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ അങ്ങനെ ഇതാ കുഴലപ്പവും പിരിയടും ഒക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി, ഇനി 2 ഐറ്റംസും കൂടി ഉണ്ടല്ലോ, പിന്നെ കാജിയും കേക്കും. പിന്നെ അങ്ങനെ അത് അവൾ ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് ഇതാ നിരന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്കിടെ ഒന്ന് കഴുകി വൃത്തിയാക്കില്ലേ. ഇന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇന്ന് നല്ല മടിയില്ല ദിവസമാണെന്ന്. അതുകൊണ്ട് പാത്രങ്ങളൊന്നും ഇടയ്ക്ക് കഴുകാൻ നിന്നിട്ടില്ല. ഫുഡൊക്കെ ഉണ്ടാക്കിയതെല്ലാം ഉണ്ടല്ലോ, അങ്ങനെ എല്ലാം വേഗം ഒന്ന് കഴുകി വൃത്തിയാക്കുന്നത്. അതെപ്പോഴും അങ്ങനെയാണ്. ഒരാൾ പുറത്തുനിന്ന് ഒക്കെ ഫ്രൈ ചെയ്യുന്ന ടൈമുണ്ട്, ഉള്ളിൽ മറ്റേ ആൾ ഫുള്ളൊന്ന് ക്ലീനാക്കി എടുക്കും. അപ്പോൾ അവരെ പണിയും നമ്മുടെ പണിയും ഒരുപോലെ കഴിയുമ്പം നമ്മുടെ ഉള്ളൊക്കെ എല്ലാം വൃത്തിയായിട്ടും കിടക്കും. ഞാൻ ഫ്രൈ ചെയ്ത കാജൻ്റെ മൊരിച്ചിൽ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരുന്നതാണ്. പിന്നെ എങ്ങനെ ഞാൻ ഫ്രൈ ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഉണ്ടായാലെന്നൊക്കെ കാണിച്ച് തരണമല്ലോ. പിന്നെ അപ്പോൾ ഇതാ നമ്മുടെ കാജി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ കേക്ക് ചുടുന്നത് ഇതുപോലെ
ഏറ്റവും ചെറിയ ഫ്ലെയിമിലാണ് കേക്ക് ചുട്ടെടുക്കുന്നത്. ഞാനിത് പ്രത്യേകം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം വീഡിയോ എടുത്തതാണ്. അതേപോലെ ഇതാ നമ്മൾ ലോ ഫ്ലെയിമിൽ ഫസ്റ്റ് ഇടുമ്പം ചെറിയ തീ വേണമെന്നേലും പിന്നെ ഇതാ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഉള്ളു നല്ല പോലെ വെന്ത് കിട്ടും. പിന്നെ ഇതാ ഞാൻ കാജൻ്റെ മുകളിലൊക്കെ പഞ്ചസാര വിതറുന്നുണ്ട്. പൊട്ടിച്ച് നോക്കുമ്പോൾ സൗണ്ട് കേട്ടോളൂ. ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം എടുത്തിട്ട്. അതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ നല്ല പോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതാ കേക്ക് അവിടെ നിന്ന് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത്ര ടാപ്പൊക്കെ തന്നെ ആൾ വിളിച്ചിട്ടുണ്ട് സാധനം ആയോ എന്ന് വെച്ചിട്ട്. ഇപ്പം സമയം 5 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ വേഗം എല്ലാം അരച്ച കിലോൻ്റെ പാക്കാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിനി. പിന്നെ ഹജ്ജിന് പോകുന്നവർക്കും ഗൾഫിൽ പോകുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണിത്. അങ്ങനെ ഞാൻ ഒക്കെ അരച്ച കിലോൻ്റെ പാക്കാക്കി കൊടുക്കുകയെന്ന്. ഒരാൾക്ക് ബിരിയാണിയും കാജിയും കേക്കും കോയലപ്പവും 4 ഐറ്റംസ് വേണം. അങ്ങനെ അവരതൊക്കെ സെറ്റായിട്ടുണ്ട്. എല്ലാം അരച്ച കിലോൻ്റെ പാക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതവർക്കൊന്ന് കരിപ്പൂരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ അത് വേഗം ഒന്ന് പാർസലാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ അടുത്തതും കൂടി ഞാൻ ബാക്കിയെല്ലാം പാക്കാക്കി എടുത്തിട്ടുണ്ട്. കേക്കും എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാം പാക്കാക്കിയിട്ട് അതും കൊടുത്തയച്ചു. പിന്നെ മഗ്‌രിബ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ അടുപ്പത്ത് തീ വെച്ചിട്ട് കായയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കായ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ കായൊക്കെ സെറ്റായതിന് ശേഷം അതും അരച്ചെടുത്ത് പിന്നെ അതിൻ്റെ പണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കായയുടെയും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ബ്രെഡ് സമൂസയും കൂടെ ഉണ്ടാക്കി. ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ രാത്രി 8-8:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ശനിയാഴ്ചത്തെ വിശേഷങ്ങൾ. പുതിയൊരു വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.